ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. മനസ്സിലാവണ്ട? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ട് അതിന് മറുപടി നിങ്ങൾ പറയാം. അതിന്റെ വ്യക്തമായ കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പിന്നെ അത് തന്നെയല്ല, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ. ഓക്കെ, അതിനൊന്നും യാതൊരുവിധ പേടിക്കേണ്ട, ടെൻഷൻ വേണ്ട. അപ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം വേറൊന്നുമില്ല. അതായത് കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ത്യ വൻ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് നമ്മളത് കണ്ടത്. ശരിയല്ലേ? എന്താണ് തകർച്ച? ആ തകർച്ച വേറൊന്നുമില്ല. എന്താണ് തകർച്ച? തകർച്ച വേറൊന്നുമില്ല, അത് വേറെ എന്ത് സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ മാർക്കറ്റിനെ ഇടിച്ച് പൊളിച്ച് കളയാനുള്ള സകല വഴിയും അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് അവിടെ നീക്കി കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ അവിടെ വളരെ വലിയ ടാക്സാണ് അവരവിടെ അതിന് ചുമത്തിയത്. കാരണം നമ്മളവിടെ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും നമ്മളത് അംഗീകരിക്കാതിരിക്കില്ല എന്നുള്ളൊരു കാര്യം അയാൾക്ക് വളരെ വ്യക്തമായിരുന്നു, ട്രംപിന്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് താങ്ങാൻ പറ്റില്ല. അതോ നമുക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ചൈനയും റഷ്യയും പിടിച്ചു. റഷ്യ നമ്മുടെ കൂടെ ഉണ്ട് ഏത് കാലത്തും, ശരിയല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചൈനയും കൂടി പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, വേണ്ട അത്യാവശ്യം ഞങ്ങൾ വാങ്ങുകയും ചെയ്യാം, ഞങ്ങൾ തരുകയും ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ വന്നു. അങ്ങനെ ഒരു നിലപാട് ഇവിടെ നമ്മൾ എടുത്തു. അങ്ങനെ ഒരു നിലപാടെടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ട്രംപ് യുദ്ധത്തിന്റെ ഒരു സ്വരം പറയുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് ഇന്ത്യ ഞങ്ങളുടെ കീഴിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ അതിന് തക്കമായ മറുപടി തരും എന്നുള്ളൊരു ധ്വനി. അത് യുദ്ധത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ ഏതടിസ്ഥാനത്തിലാണോ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്യാനുള്ള മറക്കരുത്, ബെല്ലൈക്കൺ അടിച്ചോളൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇന്ത്യ സംഭവം കുറച്ച് പടി പിന്നിലാണെങ്കിലും, പല കാര്യങ്ങളിൽ പിന്നിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ ഭീഷണിയിലൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ, നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വിഷയമായിട്ട് ഞങ്ങളിവിടെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.